രണ്ട് കുഞ്ഞു വാവകൾ ഒളിച്ച് കളിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിണ്ടൻ കുഞ്ഞിയും എൻ്റെ മോനുമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എൻ്റെ മോൻ ചെറിയ കുട്ടിയാണെന്നല്ല കേട്ടോ. അവനൊരു ജോലിക്കാരനാണ്. കുറേ പേര് ചോദിച്ചു മോൻ എവിടെയാണ് ജോലി എടുക്കണേ. അവൻ മസ്കറ്റിലാണ് കേട്ടോ. അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അവിടെ ഒരു കമ്പനിയിൽ സെയിൽസിൽ വർക്ക് ചെയ്യണു. 7 വർഷത്തോളമായി കേട്ടോ. അപ്പോൾ തിരിച്ചു പോകാറായിട്ടുണ്ട്. 27-ാം തീയതി അവൻ തിരിച്ചു പോകും. അതിന് മുമ്പായിട്ട് ചിണ്ടൻകുഞ്ഞായിട്ട് ഇങ്ങനെ എപ്പോഴും കളിച്ചുകൊണ്ടേയിരിക്കും. അവൻ ഒളിച്ച് നിൽക്കും, അവനോട് നോക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഇവൻ പോയി ഒളിച്ചിരിക്കും, ചിണ്ടൻകുഞ്ഞ് ഒളിച്ചിരിക്കും, ഇവൻ വന്ന് നോക്കണം. എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മുടെ മക്കൾ വീട്ടിൽ കളിക്കണ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചിണ്ടൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ 4 പേരും ഒരേപോലെയാണ് അവനെ സ്നേഹിക്കുന്നത്. അത് കണ്ടപ്പോൾ ആ കമൻറ്റ് കുറേ പേര് പറഞ്ഞിരുന്നു. അങ്ങനെ വലിയ സന്തോഷമാണ്. ഒരു വീട്ടിലെ എല്ലാവരും മൃഗങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ രസമുള്ളൂ. ഒരാൾക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ് കേട്ടോ. ഞങ്ങൾ 4 പേർക്കും എല്ലാ മൃഗങ്ങളോടും ഞങ്ങൾക്ക് നല്ല സ്നേഹം തന്നെയാണ്. അവരെയൊക്കെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഫുഡൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ചിണ്ടൻകുഞ്ഞാണെങ്കിൽ കുഞ്ഞു വാവയാണല്ലോ ഈ വീട്ടിൽ. അതുകൊണ്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇവിടെ ഒളിക്കും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ വേറെ സ്ഥലത്ത് പോയി ഒളിക്കും. അപ്പോൾ ചിണ്ടൻകുഞ്ഞ് അവിടെ പോയി നോക്കും, അവൻ ഓടി കളിക്കും. സത്യം പറഞ്ഞാൽ 2 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ മോൻ പോകും കേട്ടോ. അത് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടമുണ്ട്. പിന്നെ ഞാനും ചിണ്ടൻകുഞ്ഞിയും മാത്രമാവും ഈ ഓർമ്മകളും. അപ്പോൾ ചിലപ്പോൾ ഇനി മോള് വരുമോയെന്നറിയില്ല. മോൾക്ക് അങ്ങനെ എപ്പോഴും യാത്ര ചെയ്യാൻ പറ്റാത്ത ആയതുകൊണ്ട് ഇനി അവൾ വരികയാണെങ്കിൽ പിന്നെ അവളും ഇവനും കൂടി ആയിരിക്കും കളിക്കണത്. അല്ലെങ്കിൽ ഞാനും എൻ്റെ ചിണ്ടൻകുഞ്ഞിയും മാത്രം ഇവിടെ ഒറ്റയ്ക്കിരിക്കും പ്രേം ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ.